ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. മലയാളം എക്സാം ആയിരുന്നു ഇന്ന് 3ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക്. എങ്ങനെയുണ്ടായിരുന്നു? എക്സാം ഈസി ആയിരുന്നോ? ഓക്കെ, രാവിലെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്കല്ല, LP UP സ്കൂളുകൾ മാത്രമുള്ള സ്കൂളുകാർക്ക് രാവിലെ ആയിരുന്നു എക്സാം. അവർക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അത് ടീച്ചർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഹൈസ്കൂൾ കൂടിയുള്ള കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എക്സാം. 8, 9, 10 സ്കൂളുകളിൽ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എക്സാം. അവർക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതാണ് ടീച്ചർ ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ, മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതിനു പുറമേ മറ്റൊരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ? അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ? അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് LKG UKG റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതിനു പുറമെ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് കേട്ടോ. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതായത് 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കണം. അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ബേസിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ്. PKG ക്ലാസ്സസും LKG UKG റെഗുലർ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ടാവും. PKG ക്ലാസ്സസ്, LKG UKG എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം, ആ ക്ലാസ്സിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും. എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. STD 3 മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്നുള്ളതാണ്. പഠനയാത്ര കഴിഞ്ഞു വന്ന ദിവസം അനു വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. അവൾക്ക് ഉറക്കം വന്നില്ല. യാത്രയിൽ കണ്ട ദൃശ്യങ്ങളാണ് മനസ്സ് നിറയെ. അവൾ എഴുന്നേറ്റ് ഡയറി എഴുതാൻ തുടങ്ങി. ഇന്ന് നല്ല രസമായിരുന്നു. ടീച്ചറോടൊപ്പം ഞങ്ങൾ ബേക്കൽ കോട്ട കാണാൻ പോയി. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണത്രേ ഇത്. ഇക്കേരി രാജവംശത്തിലെ ശിവപ്പനായിക്കനാണ് ബേക്കൽ കോട്ട പണിതെന്ന് ടീച്ചർ പറഞ്ഞു തന്നു. എന്ത് ഭംഗിയാണ് കോട്ട കാണാൻ. കോട്ടയിലേക്ക് കയറും മുമ്പ് ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. അകത്ത് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് മനോഹരമായ ഒരു പൂന്തോട്ടമാണ്. സന്തോഷം കൊണ്ട് ഞങ്ങൾ ഉറക്കെ വിളിച്ചു. ആ ശബ്ദം കോട്ടയിൽ പ്രതിധ്വനിച്ചു. കോട്ടയ്ക്ക് മുകളിൽ എന്തായിരിക്കും? ഞങ്ങൾക്ക് ജിജ്ഞാസയായി. ഞങ്ങൾ മുകളിലേക്ക് കയറാൻ തുടങ്ങി. കയറി ഒടുവിൽ ഏറ്റവും മുകളിലെത്തി. അവിടെ നിന്ന് ദൂരേക്ക് നോക്കിയപ്പോൾ ഹായ്, എന്ത് ഭംഗി! നോക്കെത്താ ദൂരത്തോളം നീലക്കടൽ, മീൻ ബോട്ടുകൾ, ബീച്ചിൽ പട്ടം പറത്തുന്ന കുട്ടികൾ. ഇനിയും പോണം എന്നെങ്കിലും. ഇപ്പോൾ ബേക്കൽ കോട്ട കാണാൻ പോയ അനുവിൻ്റെ സന്തോഷത്തിൻ്റെ ഡയറിയാണ് ഇവിടെ കണ്ടത്. ഇതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളുണ്ട്. അനുവിൻ്റെ ഡയറി വായിച്ചല്ലോ. ചുവടെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാ? ബേക്കൽ കോട്ട. കോട്ടയ്ക്കകത്ത് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് എന്താണ്? കോട്ടയ്ക്കകത്ത് പ്രവേശിക്കുമ്പോൾ നോക്കിയേ, ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു. കോട്ടയിലേക്ക് കയറും മുമ്പ്, അകത്ത് പ്രവേശിക്കുമ്പോൾ എന്താ? മനോഹരമായ ഒരു പൂന്തോട്ടം. അറിയാനുള്ള ആഗ്രഹം എന്നതിന് പകരമായി ഡയറിയിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കേത്?
അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ. മാതൃക പോലെ മാറ്റി എഴുതുക. ചാടി ചാടി, ചാടി പ്ലസ് ചാടി. കയറി കയറി, കയറി പ്ലസ് കയറി. കോട്ടയിൽ പ്രവേശിച്ചപ്പോൾ കുട്ടികൾക്ക് സന്തോഷമായി എന്ന് സൂചിപ്പിക്കുന്ന വാക്യം ഏതാണ്? കോട്ടയിൽ പ്രവേശിച്ചപ്പോൾ സന്തോഷമായി എന്ന് പറഞ്ഞത് എപ്പോഴാണ്? സന്തോഷം കൊണ്ട് ഞങ്ങൾ ഉറക്കെ വിളിച്ചു. അപ്പോഴാണ് എന്താ മനസ്സിലായത്? കുട്ടികൾക്ക് സന്തോഷമായി എന്ന് സൂചിപ്പിക്കുന്ന വാക്യം. പ്രവർത്തനം 2 സംഭാഷണം എഴുതാം എന്നുള്ളതായിരുന്നു. അവധി ദിവസം വീട് വൃത്തിയാക്കുന്നതിനിടയിലാണ് അമ്മു അത് കണ്ടത്. ചായ്പിൻ്റെ മൂലയിൽ ഒരു പഴയ റേഡിയോ. അവൾ അത് കയ്യിലെടുത്ത് അച്ഛനരികിലേക്ക് ഓടി. അമ്മുവും അച്ഛനും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കൂ. അമ്മു ചോദിക്കാണ്, അച്ഛാ ഇതല്ലേ റേഡിയോ? അപ്പം അച്ഛൻ പറഞ്ഞാണ്, അതെ ഇതാണ് റേഡിയോ. ഈ റേഡിയോ ഇപ്പോൾ പ്രവർത്തിക്കുമോ? അച്ഛൻ പറഞ്ഞാണ്, അറിയില്ല, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ അതിനനുസരിച്ച് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംഭാഷണം എഴുതാം. ഈ 3 ലൈൻ മാത്രമല്ല 8 ലൈൻ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു സംഭാഷണം എഴുതാം എന്നുള്ള പ്രവർത്തനം 2. പ്രവർത്തനം 3 വിവരണം എഴുതാനായിരുന്നു. ഹോ, ഈ നൂല് എന്തൊരു ശല്യമാണ്, ഇഷ്ടം പോലെ പറക്കാനേ പറ്റുന്നില്ല. പട്ടം ചിന്തിച്ചു. അത് നൂല് പൊട്ടിച്ച് ആകാശത്തേക്ക് പറന്നുയർന്നു. ഹായ്, എന്തു രസമുള്ള കാഴ്ചകൾ! പട്ടം ആർത്ത് വിളിച്ചു. പട്ടം കണ്ട കാഴ്ചകളാണ് ചിത്രത്തിൽ. ചിത്രം നോക്കി വിവരണം തയ്യാറാക്കൂ. നോക്കിയേ, ഇതൊരു പാടമാണ്. ദാ ഇവിടെ ഒരു ചെടി മുളച്ച് നിൽപ്പുണ്ട്. മലകൾ കാണുന്നുണ്ട്, തെങ്ങ് കാണുന്നുണ്ട്, കൃഷി ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട്, ഒരു നദി കാണുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ചേർത്തുകൊണ്ട് ഒരു വിവരണം തയ്യാറാക്കണം. ഓക്കെ. പ്രവർത്തനം 4 ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു. തന്നിരിക്കുന്ന സൂചനകളും കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തി ഉള്ളൂർ എസ് പരമേശ്വര അയ്യരെ കുറിച്ച് ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ജന്മസ്ഥലം ചങ്ങനാശ്ശേരിയിലെ പെരുന്ന. ജനനം 1877 ജൂൺ 6. ആധുനിക കവിത്രയത്തിൽ ഒരാൾ. മരണം 1949 ജൂൺ 15. പിതാവ് സുബ്രഹ്മണ്യ അയ്യാർ, മാതാവ് ഭഗവതി അമ്മ. പ്രധാന കൃതികൾ ചിത്രശാല, ഉമാകേരളം, കർണഭൂഷണം, പിങ്കള, കേരള സാഹിത്യ ചരിത്രം. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് എന്ത് ചെയ്യണം, കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തി ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു 4ാമത്തെ പ്രവർത്തനം. 5ാമത്തെ പ്രവർത്തനം കത്തെഴുതാം എന്നുള്ളതായിരുന്നു. സ്കൂളിൽ പുതുതായി കൃഷി ആരംഭിക്കാൻ തീരുമാനിച്ചു. അതിനാവശ്യമായ വിത്തും വളവും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കൃഷി ഓഫീസർക്ക് ഒരു കത്തെഴുതൂ. സ്കൂളിൽ കൃഷിത്തോട്ടത്തിനായിട്ടുള്ള വിത്തും വളവും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൃഷി ഓഫീസർക്ക് കത്തെഴുതാനുള്ളതായിരുന്നു 5ാമത്തെ ആക്ടിവിറ്റി. അവസാനത്തെ ആക്ടിവിറ്റി 6ാമത്തെ ആക്ടിവിറ്റി. പ്രവർത്തനം 6 കഥ പൂർത്തിയാക്കാം. ചിമ്പ, അമ്മ ആഹാരം തേടി പോവുകയാണ്. തിരിച്ചു വരുന്നതുവരെ നീ പുറത്തിറങ്ങി നടക്കരുത്. മനുഷ്യർ കാട് കയറുന്നുണ്ട്, സൂക്ഷിക്കണം. മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയാന പറഞ്ഞു. അമ്മ പോയ തക്ക നോക്കി അവൻ കാട്ടിലൂടെ തലങ്ങും വിലങ്ങും നടക്കാൻ തുടങ്ങി. ഹായ്, പഴക്കുല! അകലെ കണ്ട പഴക്കുല എടുക്കാൻ അവൻ അവിടേക്ക് പാഞ്ഞു. അയ്യോ കുഴി! കഥ പൂർത്തിയാക്കൂ. കഥയ്ക്ക് അനുയോജ്യമായ തലക്കെട്ടും നൽകണം. ഓക്കെ. അപ്പോൾ ഈ കഥ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് കഥ പൂർത്തിയാക്കുക. അതിനൊരു പേരും കൊടുക്കണം. ഓക്കെ. ഇതായിരുന്നു പ്രവർത്തനം 6. ഈ 6 ചോദ്യങ്ങളായിരുന്നു ഇന്നത്തെ ഉച്ചയ്ക്ക് ശേഷം നടന്ന മലയാളം 3ാം ക്ലാസ്സിലെ എക്സാമിന് ചോദിച്ചിരുന്നത്. ഓക്കെ. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ, മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതിനു പുറമെ മറ്റൊരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ? അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ? അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ?
അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് LKG UKG റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതിനു പുറമെ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് കേട്ടോ. 1-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതായത് 1-ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കണം, അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം, മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 1-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ബേസിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ്. പ്രീ-KG ക്ലാസ്സസും LKG UKG റെഗുലർ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സിന് ട്യൂഷൻ ഉണ്ടാവും. പ്രീ-KG ക്ലാസ്സസ്, LKG UKG എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം ആ ക്ലാസ്സിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട് 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും, എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ.